ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തു നിന്നും അതിനെ നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ടുന്ന നമ്മളെ ഭരിക്കുന്ന ആളുകൾ പരസ്യമായിക്കൊണ്ട് വിളിച്ചു പറയുന്നത് ഒരേ ഒരു മതത്തിന് എതിരായിക്കൊണ്ടാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കുള്ള സഹായങ്ങളൊന്നും ലഭിക്കുകയില്ല എന്ന് പറയുവാനും ഈ രാജ്യത്ത് നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവനും ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറയാനും ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കാനും യാതൊരു മടിയുമില്ലാത്ത കാലം. ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സുമടുത്തുകൊണ്ട് യുക്തിവാദത്തിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാം എന്ന ചിന്താഗതിയിലേക്കും, അതുപോലെ ഈ വർഗീയവാദികളിലേക്ക് തന്നെ ചേർന്നുകൊണ്ട് അവിടെ പോയി അഭയം തേടാം എന്ന രൂപത്തിലും, അതുപോലെ സംസാരങ്ങളിൽ മുസ്ലിമീങ്ങളായ ആളുകളെ വർഗീയവാദികളായിക്കൊണ്ട് മറ്റു മതസ്ഥർക്കിടയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങളതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആളായിക്കൊണ്ട് മുസ്ലിം നാമധാരി ആയി നിന്നുകൊണ്ട് മാറുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ സഹോദരന്മാരെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരിക്കലും കാരണമായി തീരാൻ പാടില്ല. ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ കാരണമായി തീരാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വമൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും കദാലിക്. വളരെ ചിന്തിക്കേണ്ട ഒരു വചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. നബി പറയുകയാണ്, എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ളാഹിരീന അലൽ ഹഖ്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നവരായിക്കൊണ്ട്. ലാ യദുറുഹും മൻ ഖദലഹും വമൻ ഖാലഫഹും, ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ അവരെ വലിച്ചെറിഞ്ഞുകൊണ്ട് വെടിഞ്ഞുകൊണ്ട് പോയാലും അവർക്കതൊരു പ്രശ്നമല്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അവരുണ്ടായിരിക്കും. വഹും കദാലിക, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമാണ് നമ്മുടെ അഭിമാനം. അത് ഏത് പ്രതിസന്ധിയിലും അതിന്റെ ആരാധനകളും അതിന്റെ ദഅവത്തും അതിനൊന്നും തടസ്സമാകുന്ന ഒന്നും നമുക്ക് ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല. ഈ ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിലൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ളാഹിരീന അലൽ ഹഖ്, ആ സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന ആളുകൾ അതെല്ലാ കാലത്തും ഉണ്ടാകും. ആ സഹായം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? അതോടുകൂടി നിലനിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? യഹ്മലു അന്ന ഹാദിഹി ത്വാഇഫത മുഫർരിഖത്തുൻ ബൈന അൻവാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട പല വിഭാഗം ആളുകളും, വ്യത്യസ്തരായ പല വിഭാഗം ആളുകളും ഇതിൽപ്പെട്ടു. ഈ സഹായം കിട്ടുന്ന ആളുകൾ മിൻഹും ശുജആൻ വഖാതിലൂൻ, അതിൽപ്പെട്ട ആളുകളാണ് ധീരന്മാരായ പോരാളികൾ. വമിൻഹും ഫുഖഹാ വമിൻഹും മുഹദ്ദിസൂൻ, അതിൽ ഫുഖഹാക്കളുണ്ട്, ഫിഖ്ഹ് പണ്ഡിതന്മാരുണ്ട്, ഹദീസ് പണ്ഡിതന്മാരുണ്ട്. വമിൻഹും സുഖാദ്, ഈ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന, വആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഈ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, വലിയ അറിവുണ്ടായിരിക്കുകയില്ല, പക്ഷേ അറിഞ്ഞ സത്യം ജനങ്ങളോട് വിളിച്ചു പറയുന്ന പ്രബോധകന്മാരുണ്ടാകും. തിന്മക്കെതിരായി കൊണ്ട് നിൽക്കുന്ന പ്രബോധകന്മാരുണ്ടാകും. അവർ പണ്ഡിതരായിക്കൊള്ളണമെന്നില്ല. അപ്പോ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നിൽക്കുന്ന ഈ വിഭാഗത്തിൽ പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. വമിൻഹും അഹ്ലു അൻവാഇൻ ഉഖ്റ, അതല്ലാത്ത മറ്റു പല വിഭാഗങ്ങളും ഉണ്ടാകും. കച്ചവടക്കാരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാകും, സ്ത്രീകളുണ്ടാകും, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്ന നല്ല നല്ല സ്ത്രീകളുണ്ടാകും, കുട്ടികളുണ്ടാകും. അതൊക്കെ ഇതിൽ പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്.
അതുകൊണ്ട് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മൾ ഇസ്ലാമിൽ നിൽക്കുന്നത് നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, അള്ളാഹു രക്ഷപ്പെടുത്തുന്നതിനോ ദീനിനെ രക്ഷപ്പെടുത്തുന്നതിനോ വേണ്ടിയല്ല. നമുക്ക് രക്ഷപ്പെടണോ, നമ്മൾ അതിൽ ഉണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ആ ഇസ്ലാമിന്റെ ആരാധനകളും ദഅവത്തും ഒക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആൻ അഹ്സനുൽ ഖസസ് എന്ന് വിശേഷിപ്പിച്ച ഒരു സംഭവമാണ്. എന്താണ് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ല കഥ. ഇതൊരു കഥ കേട്ടുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുക എന്നതല്ല, മറിച്ച് അതിൽ പറയുന്ന കാര്യം, ഒരു വ്യഭിചാര ആരോപണം നടത്തപ്പെട്ടുകൊണ്ട് ആ കൊട്ടാരത്തിലെ രാജ്ഞി അവരുടെ ഭർത്താവിനെ സമീപിക്കുകയും ആ ഒരു കുറ്റത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. സമൂഹത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? ഒരു പെണ്ണിനെ വശീകരിച്ച് വ്യഭിചരിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാലുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു വ്യഭിചാര ആരോപണം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. എന്നാൽ ആ അവസ്ഥയിലും ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയില്ല, മറിച്ച് ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ജയിലിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരായ രണ്ടാളുകളോട് അദ്ദേഹം പറയുകയാണ്, യാ സ്വാഹിബയ സിജ്ൻ അർബാബുൻ മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലയോ ജയിലിൽ കിടക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറെ ദൈവങ്ങൾ, കുറെ റബ്ബുകൾ, പല വ്യത്യസ്തരായ റബ്ബുകളാണോ നല്ലത്, അതോ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ ഏകനായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു റബ്ബാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചുകൊണ്ട് തൗഹീദ് അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളോ അദ്ദേഹത്തിന്റെ വേവലാതികളോ ഒന്നും അവിടെ ഒരു വിഷയമായി കൊണ്ട് മാറുന്നില്ല, മറിച്ച് ആ ദഅവത്താണ് അവിടെ നടക്കുന്നത്. സഹോദരങ്ങൾ, ഇതുപോലെ ഇസ്ലാമിൽ നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ പ്രശ്നമാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും പിന്നാലെ പോയേക്കാം എന്നുള്ളതല്ല. നമുക്കറിയാം, മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് പോയപ്പോൾ എന്തൊക്കെ ഉപായം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ പോകാതെ മാറി നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. 50 ദിവസത്തിലധികം ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഒരാളും സംസാരിക്കുന്നില്ല, ഒരാളും ഒന്നിനും സഹകരിക്കുന്നില്ല, ഒരാളും ഒരു കാര്യത്തിനുമില്ല, സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിന് വിട്ടുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സമയത്ത് ഇസ്ലാമിനോടൊരു വെറുപ്പും അദ്ദേഹത്തിന് തോന്നുന്നില്ല, ഇസ്ലാം വിട്ടേക്കാമെന്ന് തോന്നുന്നില്ല. ഗസാനിലുള്ള ഒരു ക്രിസ്ത്യൻ രാജാവ് അദ്ദേഹത്തിന് കത്തയക്കുകയാണ്, നിങ്ങൾക്ക് ഇസ്സത്തോടുകൂടി ഇവിടെ വന്ന് ജീവിക്കാം, നിങ്ങൾ അവിടെ ഉപരോധത്തിൽ ജീവിക്കേണ്ട ആളല്ല. അപ്പൊ ആ അവസരം മുഴുവൻ മുതലാക്കിക്കൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അബ്ദുള്ള കുട്ടിമാരൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇസ്ലാം വിട്ടുകൊണ്ട് പോകുന്നതിന്, യുക്തിവാദത്തിലേക്ക് പോകുന്നതിന് കാരണമായി തീരാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അദ്ദേഹം ആ കത്ത് വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി അടുപ്പിലിട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇതായിരിക്കണം ഏതൊരു പ്രതിസന്ധിയിലും ഇസ്ലാമിനെ അടിയുറച്ച് നിൽക്കാൻ. നമ്മുടെ അഭിമാനം ഇത് ഇസ്ലാമാണ്. നമ്മൾ ആ ഇസ്ലാമിൽ നിൽക്കുന്നിടത്തോളമേ നമുക്ക് ഇസ്സത്തുണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് എന്ന് പോകുന്നുവോ നമ്മൾ അപമാനിതരായിക്കൊണ്ട് മാറുമെന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന, പ്രവാചകൻ പറഞ്ഞ ലാഹിരീന അലൽ ഹഖ്, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, അള്ളാഹു സഹായിക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.